ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ RSS നേതാക്കളെ സന്ദർശിച്ചതിൽ ഗുരുതര വീഴ്ചയെന്നാണ് DGPയുടെ കണ്ടെത്തൽ. പോലീസ് മേധാവി പദം ആഗ്രഹിച്ചുള്ള നീക്കത്തിന്റെ ഭാഗമായാകാം MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്ന സംശയം റിപ്പോർട്ടിൽ DGP പ്രകടിപ്പിക്കുന്നു. RSS നേതാക്കളെ കണ്ടതിൽ ADGPക്കെതിരെ കൂടുതൽ അന്വേഷണം വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം കൊണ്ടുവരും. നടപടി അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുന്ന നിലപാട് ചെയ്യും. വൈകിയെങ്കിലും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിന്റെ ആശ്വാസത്തിലാണ് CPI. പോലീസിന്റെ തലപ്പത്ത് തന്നെ വളരെ ഗൗരവമായ ഒരു അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ADGP മാറി നിൽക്കണം, മാറ്റി നിർത്തണം എന്ന കർശനമായ നിലപാട് CPI എടുത്തു. ആ നിലപാടിന് പൊതുവായിട്ട് അംഗീകാരം. ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ADGP എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചുമതല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ആ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ താഴെയുള്ള ചുമതലയിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷണ നടപടിയായിട്ട് തന്നെ കാണേണ്ടി വരും. എന്നാൽ ADGPയെ സ്ഥലം മാറ്റിയത് നടപടിയായി കാണാനാകില്ലെന്നാണ് UDFന്റെ നിലപാട്. ട്രാൻസ്ഫർ ഈസ് നോട്ട് എ പണിഷ്മെന്റ്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു അടവ് മാത്രമായി നമുക്ക് കാണാൻ സാധ്യമാവുകയുള്ളൂ. MR അജിത് കുമാറിനെതിരായ DGPയുടെ നടപടി ശുപാർശ മുഖ്യമന്ത്രി അട്ടിമറിച്ചെന്നാണ് PV അൻവറിന്റെ ആരോപണം. മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ADGPയെ വെള്ളപൂശിയിട്ടുണ്ട്. അങ്ങനെ വെള്ളപൂശിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിന് ശേഷം ഒരു DGPയിൽ നിന്ന്, സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. ക്രമസമാധാന ചുമതലയിലേക്ക് മനോജ് എബ്രഹാമിനെ കൊണ്ടുവരുമ്പോൾ ഇന്റലിജൻസ് മേധാവി ആരെന്ന ചോദ്യമാണ് ഉയരുന്നത്. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്റലിജൻസ് മേധാവി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നത് പ്രതിസന്ധിയെന്നാണ് പോലീസ് തലപ്പത്തെ വിലയിരുത്തൽ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.